ഫ്ലൈ ഓവർ വർക്കിന്റെ ഇന്നത്തെ കാഴ്ച ബോർ പൈറ്റിനുള്ളിൽ കമ്പി ഇറക്കുന്നതാണ്. ബോർ ഗേജ് എന്നാണ് ഇതിനെ പറയുന്നത്. കുറച്ചുപേര് ചോദിച്ചു കമ്പി ഇറക്കുന്ന വീഡിയോ ഇല്ലെന്ന്. അവർക്ക് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. AK വെൽഡിംഗ് സെന്ററിന്റെ മുന്നിലായിട്ടാണ് അവരുടെ വെൽഡിംഗ് പ്ലാന്റ്. അവിടെയാണ് ഈ റിംഗ് എല്ലാം വളച്ച് വെൽഡ് ചെയ്ത് സെറ്റാക്കുന്നത്. 16 mm കമ്പിയാണ് ഈ റിംഗായി വളക്കുന്നത്. അതെടുത്താണ് ഇതുപോലെ വലിയ ബോർ ഗേജായി കെട്ടിയെടുക്കുന്നത്. ഇതിന്റെ മെയിൻ ബാർ എന്ന് പറയുമ്പോൾ 25 mm കമ്പിയാണ് ഉപയോഗിക്കുന്നത്. പുറത്തു വരുന്ന റൗണ്ട് കമ്പി എന്ന് പറയുമ്പോൾ 12 mm കമ്പിയാണ്. ഈ കമ്പിയുടെ ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ 12 മീറ്റർ ആണ്. അത് കഴിഞ്ഞുള്ള മീറ്റർ അവർ കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ടാറ്റയുടെ കമ്പിയാണ്. എല്ലാം നല്ല കമ്പിയാണ്. ടിസ്കോൺ SD 550D. അവിടെ നിന്നും ഈ കാണുന്ന ക്രെയിനിൽ തൂക്കിയാണ് ഓരോ പൈലിംഗ് കുഴിയുടെ അടുത്ത് ഈ ബോർ ഗേജ് എത്തിക്കുന്നത്. ഇന്ന് കുഴിച്ച പൈലിംഗ് കുഴി എന്ന് പറയുമ്പോൾ 18 മീറ്റർ ആണ് മൊത്തം നീളം. ഒരു ഫുൾ ലെങ്തിലുള്ള ബോർ ഗേജാണ് ആ സൈഡിൽ കൊണ്ട് ആദ്യം ഇട്ടിരിക്കുന്നത്. ഇത് പകുതിയുള്ളതാണ്. 6 മീറ്ററാണ് ഇപ്പോൾ തൂക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഒരു ഫുൾ ലെങ്ത് ബോർ ഗേജ് എന്ന് പറയുമ്പോൾ. ഇതിൽ 25 mm 30 കമ്പിയുണ്ട്. ഇതിന്റെ ഉള്ളിലെ വീതി എന്ന് പറയുമ്പോൾ 1 മീറ്ററാണ്. ഒരാളിന് സുഖമായി ഇതിനകത്തൂടെ കയറി പോവാം. ക്രെയിനിന് തൂക്കിക്കൊണ്ടുവന്ന ബോർ ഗേജ് പൈലിംഗ് മെഷീന്റെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭായിമാരിൽ നിന്ന് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി പൈലിംഗ് മെഷീന്റെ റോപ്പ് എത്തിച്ചാണ് തൂക്കി ആ കുഴിക്കകത്ത് ഇറക്കുന്നത്. ഇത് 6 മീറ്ററിന്റെ ബോർ ഗേജാണ് ഇപ്പോൾ ആദ്യം ഇറക്കുന്നത്. അത് കഴിഞ്ഞ് ലോക്കിട്ട് വെച്ചിട്ടാണ് 12 മീറ്ററിന്റെ അതിന് മുകളിൽ ഇറക്കി വെൽഡ് ചെയ്താണ് ഫുള്ള് താഴോട്ട് ഇറക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ട് നല്ല സൂപ്പർ മഴയായിരുന്നു. സൈറ്റ് ഫുള്ള് ചെളിയായി കിടക്കുകയാണ്. ഇതുപോലെ ബോർ പൈലിനുള്ളിലിട്ട് ഇറക്കിയിട്ട് ഇവിടെ ലോക്കിട്ട് വെക്കും. ഇനി അത് കഴിഞ്ഞാണ് ഫുൾ ലെങ്ത് 12 മീറ്ററിന്റെ ബോർ ഗേജ് ഇതിന്റെ മുകളിലാക്കി വെച്ച് ഇത്രയും നീളത്തിൽ വെച്ച് വെൽഡ് ചെയ്താണ് പിന്നെ അവർ റൗണ്ടിന് കമ്പി ചുറ്റിയാണ് ഫുള്ള് താഴോട്ട് ഇറക്കുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് മഴയായതുകൊണ്ടും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു.